Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതേപോലെ തന്നെ സ്കിപ്പ് ഒന്നും ചെയ്യാണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ടെക് ന്യൂസിലേക്ക് എടുക്കല്ലോ. അപ്പോൾ ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നാണ്. പുതിയ ഒരു അപ്ഡേറ്റ് ആണ്. അതായത് സാംസങ്ങിൻ്റെ S22 സീരീസിനും ഫ്ലിപ്പ് 4ഉം ഫോൾഡ് 4ഉം ടാബ് S8 എന്ന് പറയുന്ന പഴയ ജനറേഷൻ ടാബിനടക്കം പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. അവരുടെ One UI 6.1.1ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും വരുന്നുണ്ട്. ഇതിലൊക്കെ AI ഫീച്ചേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റേ കണക്കുണ ആപ്പിളിൻ്റെ പോലെയല്ല ഇവരെ കാര്യം. ഇവർ അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ അതിന് ടൈം ടു ടൈം അപ്ഡേറ്റ് കൊടുക്കുകയും ചെയ്യും. 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 8 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസ് കൊടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ AI ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണക്കുണ ആപ്പിളല്ല സാംസങ്. അപ്പോൾ സാംസങ് വളരെ റിലയബിൾ സോഴ്സിൽ നിന്ന് വന്ന ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ സാംസങ് ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകളിലും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് എന്നെ അറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ നോ പ്രോബ്ലം, ഇറ്റ്സ് നോട്ട് എ മാറ്റർ അറ്റ് ഓൾ. ബട്ട് അപ്ഡേറ്റ് പറയുന്നത് അതെൻ്റെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് മാത്രം. അപ്പോൾ നിങ്ങൾ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഐക്യൂൻ്റെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. അതായത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഐക്യു ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ ഈ മാസം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണും കൂടിയാണ്. അതായത് ഐക്യു Z9+ എന്ന് പറഞ്ഞ ഫോണാണ് വരാൻ പോകുന്നത്. ചിപ്സെറ്റ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അഡാർ ചിപ്സെറ്റാണ്. മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 9300+ എന്ന് പറഞ്ഞ ചിപ്സെറ്റും 144 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റും 6.78 AMOLED ഫുൾ HD+ഉം 1.5K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു മുതൽ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 80 വാട്ട്സിൻ്റെ ചാർജർ വെച്ചിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യം പറയാലോ, ഇത് ഓപ്പോക്കും വിവോക്കാർക്കും ഭയങ്കര അടി ആവുന്ന രീതിയിൽ ഇറങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഐക്യൂൻ്റെ Z9+. ഇത് വിവോ ആണ് ഇവർക്ക് ഇതിൻ്റെ ക്യാമറ സെൻസറും കാര്യങ്ങളും കൊടുക്കുന്നത്. ചാർജിങ് സ്പീഡൊക്കെ കൊടുക്കുന്നത് വിവോ ആണ്. പിന്നെ ഫൺ ടച്ച് OSൻ്റെ 14ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഈ ഐക്യു Z9+ എന്ന് പറയുന്ന ഈ ഒരു മോഡലിന് വരുന്നത്. നാട്ടിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 50,000 55,000 ഉള്ളിൽ വരെയാണെന്നുണ്ടെങ്കിൽ ഒരു 60,000 ആണെങ്കിൽ പോലും നല്ല സ്പെക്കുള്ള കിഡിലോൾസ്കി സാധനമാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. പോയിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടവർ പോയിട്ട് ഏത് നാടാണെന്ന് നോക്കണ്ട, കണ്ണും പൊട്ടിക്കൊണ്ട് മേടിച്ചു. റെഡ്മിയുടെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മി ഈ മാസം 26-ാം തീയതി ചൈനയിൽ 3 പുതിയ സീരീസ് സ്മാർട്ട് ഫോണുകൾ വരാൻ പോകുന്നുണ്ട്. റെഡ്മിയുടെ 14 സീരീസ് സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. അതിലേറ്റവും വലിയൊരു ഹൈലൈറ്റ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെഡ്മിയുടെ 14 Pro Plus എന്ന് പറയുന്ന വേരിയൻറ്റിന് 6200ൻ്റെ സിലിക്കോൺ കാർബൺ ബാറ്ററി വെച്ചിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. 6200 mAhൻ്റെ ബാറ്ററിയും 90 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡ് വെച്ചിട്ടാണ് ഇറക്കുന്നത്. മുന്നത്തെ റെഡ്മിയുടെ Note 30 Pro Plusന് അവർ 5000 mAhൻ്റെ ബാറ്ററി 120 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡാണ് കൊടുത്തത്. പക്ഷെ അത് സിലിക്കൺ കാർബൺ ബാറ്ററി അല്ല. ഇപ്രാവശ്യം ബാറ്ററീൻ്റെ കാര്യത്തിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് റെഡ്മി കൊടുത്തിട്ടുണ്ട് Note 14 Pro Plusന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കോണിൻ്റെ കാർബൺ ബാറ്ററിയാണ് ഇനി വരാൻ പോകുന്നത് റെഡ്മിയുടെ 14 Pro Plus എന്ന് പറഞ്ഞ ആ വേരിയൻറ്റിന്. അതിനും ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 5000 mAh അല്ല 6200 mAhൻ്റെ ബാറ്ററിയും 5 വർഷത്തെ വാറണ്ടി വെച്ചിട്ടാണ് അവർ കൊടുക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി സിലിക്കൺ കാർബൺ ബാറ്ററി ഇനി മാർക്കറ്റിൽ ഇനി തരംഗം ആകാൻ പോകുന്നു. അതിൻ്റെ 2ാം ഭാഗമാണ് ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും. അതായത് എന്തുകൊണ്ടാണ് റെഡ്മിയുടെ 14 Pro Plusന് 6200 mAhും 90 വാട്ട്സ് കൊടുത്ത് 120 കൊടുക്കാമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം വരും. തീർച്ചയായിട്ടും അവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബാറ്ററികൾ കൊടുക്കണ സമയത്ത് ഇവർക്ക് ചാർജിങ് സ്പീഡിൻ്റെ അളവ് കുറക്കേണ്ടി വരും.
ചെറിയ ബാറ്ററി ആണെങ്കിൽ വലിയ ചാർജിങ് സ്പീഡിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കമ്പനികൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ കോംപ്രമൈസ് ആണ്. ഇപ്രാവശ്യം അവർ കോംപ്രമൈസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് സ്പീഡ് കോംപ്രമൈസ് ചെയ്തു. 120 പകരം 90 വാട്ട്സാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹിച്ചേ പറ്റൂ. എന്നാൽ ഇപ്പോൾ അത് കോമ്പറ്റീഷനിൽ ഒരു വലിയൊരു ടഫറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് റെഡ്മി. അപ്പോൾ തീർച്ചയായിട്ടും അവരും പഠിച്ചിറങ്ങി. അപ്പോൾ ഇനി അവരും ഇറങ്ങും. പിന്നെ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കസ്റ്റമേഴ്സ് ഫസ്റ്റായിട്ട് മേടിക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സിന് ഒരു ഡാമേജ് പ്രൊട്ടക്ഷൻ വാറൻറ്റി ഒക്കെ കൊടുക്കും എന്നാണ് അവർ പറയണത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ സഹിച്ചേ പറ്റൂ. ഇതന്നെയാണ് അപ്ഡേറ്റ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടവർ പോയിട്ട് മേടിക്കാം. വിവോൻ്റെ V40e എന്ന് പറയുന്ന സീരീസ് വരാൻ പോകുന്നുണ്ട്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 7300 ആണ്. 2.5 ക്ലോക്കിംഗ് സ്പീഡ് ഒക്കെ ഉള്ള ഒരു പ്രോസസ്സറാണ്. വളരെ അടിപൊളി പ്രോസസ്സറും കൂടെയാണ്. 4K 30 FPS ഒക്കെ വർക്ക് ചെയ്യും. പിന്നെ അതേപോലെ HDR10+ ഒക്കെ ഇതിൽ വർക്ക് ചെയ്യും. 6.7 AMOLED ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 120 Hz റിഫ്രഷിംഗ് റേറ്റിൻ്റെ 5500 mAh ബാറ്ററി. പിന്നെ ആൻഡ്രോയിഡ് വരുന്നത് 14 ആണ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്. ഒരു 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഒക്കെ എന്തായാലും ഇതിൽ കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ബാറ്ററീൻ്റെ കാര്യത്തിൽ ഒരു ഇച്ചിരി കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ മോഡലുകളിലൊക്കെ അവർ 5000 mAh ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം അതൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ 5500 mAh ബാറ്ററി ഒക്കെ അതിൽ വരുന്നതാണ്. പിന്നെ HDR10+ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ അവരുടെ ഗിമ്മിക്കായിട്ടുള്ള ഓറ ലൈറ്റ് ഇതിൻ്റെ കൂടെ അവർ കൊടുക്കുന്നുണ്ട്. അതൊരു ആക്ച്വലി ഒരു ഗിമ്മിക്കാണ്, എന്നാൽ പോലും കൊടുക്കുന്നുണ്ട്. പോയിട്ട് റെൻഡറൊക്കെ കാണും. പിന്നെ പ്രോസസ്സർ നല്ലതായതുകൊണ്ട് നമുക്ക് ഒന്ന് സാക്രിഫൈസ് ചെയ്യാം. നാട്ടിലും ഒക്കെ ഭയങ്കര ചിലവാകും, അത് വേറെ യാഥാർത്ഥ്യം. ഒരുപാട് അന്തം കമ്പികളൊക്കെ പോയിട്ട് എടുക്കും. എന്നാലും സാരമല്ല, പറയേണ്ടത് ഞാൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ടവർക്ക് പോയിട്ട് മേടിക്കാം. അല്ലാത്തവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫോൺ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ ഒരുപാട് ചാൻസുകളുണ്ട്, പോയിട്ട് ഓപ്റ്റ് ചെയ്യാം. പക്ഷേ അപ്ഡേറ്റ് പറയുന്നത് അതിൻ്റെ കടമയാണ്, ഞാൻ പറഞ്ഞതെന്ന് മാത്രം. അവിടെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റ് ആണ്. അതായത് ഹുവാവിയുടെ ആ ട്രിപ്പിൾ ഫോൾഡ് എന്ന് പറയുന്ന ആ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, അത് 1 മില്യൻ്റെ ഷിപ്മെൻ്റാണ് ഇപ്രാവശ്യം നടത്താൻ പോകുന്നത്. അതിൻ്റെ വില അപ്രോക്സിമേറ്റ്ലി അവരിട്ട വില എന്ന് വെച്ച് കഴിഞ്ഞാൽ $2500 ഏകദേശം ഒരു 7000-ൻ്റെ പുറമെ വില വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. വേൾഡിൽ ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ ഇപ്പോൾ ഇവരാണ്, ഹുവാവിക്കാരാണ് ആ ട്രിപ്പിൾ ഫോൾഡ് മേറ്റ് XT എന്ന് പറയുന്ന ആ ഡിവൈസ് ഇറക്കിയിട്ടുള്ളത്. ആപ്പിളിന് പോലും അത്ര ഷിപ്മെൻ്റ് ഇറക്കിയിട്ട് അവർക്ക് അത്രയും പൈസ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇല്ല എന്നുള്ളതാണ് പരമസത്യം. എന്നാൽ ഇപ്രാവശ്യം ഈ ഒരു 1 മില്യൻ്റെ ഡിവൈസ് വേൾഡ് വൈഡ് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് കൂവൻ്റെ ന്യൂസ് അപ്ഡേറ്റാണ് ഞാനിതിൽ പറയുന്നത്. 2500 എന്ന് പറയുമ്പോൾ വാസ്റ്റ് പ്രൈസാണ്. ഒരു SLR ക്യാമറ ഒക്കെ മേടിക്കുന്ന പ്രൈസാണ് ഈ ഒരു മേറ്റ് XT അൾട്ടിമേറ്റിന് അവർ പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഇതിന് ഒരുപാട് ആൾക്കാരുണ്ട് മേടിക്കാൻ. ചൈനയിൽ ഇതൊരു പപ്പടം സാമ്പാറൊക്കെ വിറ്റ് പോണ പോലെ, ഓണസദ്യ വിൽക്കണ പോലെയാണ് അങ്ങ് ചൈനയിൽ ഇത് വിറ്റത്. ഇതിൻ്റെ പ്രീ ബുക്കിംഗ് ഒന്നും പറയാൻ വേണ്ട. ഇവിടുത്തെ ആപ്പിളിൻ്റെ സ്റ്റോറിന്നൊന്നല്ല പ്രീ ബുക്കിംഗ് ചെയ്യുന്ന കാര്യത്തിൽ. അവിടെ അതിലേറെ സെയിൽ നടത്തിയ ഒരു മോഡലാണ് ഈ പറഞ്ഞ ട്രൈപോഡ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രൈപോഡ് കൂടിയാണ് ട്രിപ്പിൾ ട്രൈപോഡ്. അതിപ്പോൾ UAE റീജിയനിൽ വരാൻ പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അതിന് ചോദ്യങ്ങൾ എടുക്കാനായിട്ട് ചോദ്യങ്ങളല്ല ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മേടിക്കാനും ആൾക്കാരുണ്ട്. ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി അവർ ഇടുമ്പോൾ ഒരു 10,000 ദിർഹംസെങ്കിലും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിലും കാണാൻ ഭയങ്കര ആഗ്രഹമുള്ളൊരു സാധനമാണ്. എങ്ങനെയുണ്ട് ആ ട്രിപ്പിൾ ഫോൾഡ് എന്നുള്ളത്. ഇത് സാംസങ്ങിന് പോലും വെല്ലുവിളിയാണ്. ഹാർമണി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ പോലും ഇനി സാംസങ്ങും ഈ ഒരു ടെക്നോളജി ഓപ്റ്റ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ റീസെൻ്റ്ലി ഇപ്പോൾ അവരുടെ Z Fold 7 ഒക്കെ ട്രിപ്പിൾ ഫോൾഡിലേക്ക് മാറും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ, പറയുന്നതിലൊരു തെറ്റില്ല. ഇനി പുളുവാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് സ്റ്റോറിൽ ചെക്ക് ചെയ്യുക. ആ സമയത്ത് ഇവർ ട്രിപ്പിൾ ഫോൾഡ് സാംസങ് ആണ്, പറയാൻ പറ്റില്ല, അവരുണ്ടാക്കും. അതൊരു വലിയൊരു കാര്യമാണ്. ഹുവാവിക്ക് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ സാംസങ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് ഏത് കാലത്ത് ഇത് ഉണ്ടാക്കും എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനൊരു അപ്ഡേറ്റ് ഒന്നും ഞാൻ പറയണില്ല. അതൊരു മണ്ടൻ കമ്പനിയാണ്. $1 ട്രില്യൺ മണ്ടന്മാരുടെ ഒരു കമ്പനിയാണ് ആപ്പിൾ. അതുകൊണ്ട് അവരുണ്ടാക്കില്ല.
പക്ഷേ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ ഐഫോണിൻ്റെ 16 സീരീസിനെക്കാട്ടും ഏറ്റവും വലിയ പ്രോഫിറ്റാണ് ഇപ്പോൾ ഈ അവിടെ മേറ്റ് XT എന്ന് പറയുന്ന ഈ ട്രിപ്പിൾ ഫോൾഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു തരംഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇത് ഒരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് എൻ്റെ വീണ്ടും ഒരു പ്രതീക്ഷ. ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് അടിക്കാം. സോണിയുടെ ഓവർ ദ ഹെഡ്ഫോൺ വരാൻ പോകുന്നുണ്ട്. അതായത് X100 M5 എന്ന് പറയുന്ന ഏറ്റവും ബെസ്റ്റ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, ഓവർ ദ ഹെഡ്ഫോണിൽ ഏറ്റവും ബെസ്റ്റ് നോയ്സ് ക്യാൻസലേഷനുള്ള ആ ഹെഡ്ഫോണിൻ്റെ പിങ്ക് കളർ എഡിഷൻ വരാൻ പോകുന്നുണ്ട്. അതും ഈ മാസമാണ് റിലീസ് ചെയ്യണം. ഇഷ്ടപ്പെട്ടവർ ഓടിപ്പോയിട്ട് പേടിക്കുക. ഇവരിതും ഏകദേശം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിം കാർഡാഷ്യൻ്റെ ഒക്കെ ഒരു എഡിഷനൊക്കെയാണെന്നാണ് പറയണത്. പക്ഷെ പിങ്ക് കളറിലാണ് വരുന്നത്. അപ്പോൾ ഇത് ലേഡീസിനൊക്കെ പറ്റിയ ഒരു ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഹെഡ്സെറ്റും കൂടിയാണ് ഈ ഒരു കളർ. ഇഷ്ടപ്പെട്ട പോയിട്ട് മേടിച്ചോ, ഒന്നും നോക്കണ്ട, താന്ന് പോയിട്ട് മേടിക്കും ജോസേ. എനിക്ക് ചത്താലും ഇനി വേണ്ടില്ല, ഞാൻ പറഞ്ഞ വാക്ക് ആപ്പിളിൽ കേട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ $1 ട്രില്യൺ കമ്പനിയെ ഞാൻ ഒരുപാട് വീഡിയോകളിൽ, ഞാൻ മാത്രമല്ല ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സും ടെക് ചാനൽ റിവ്യൂസറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഐഫോൺ 16 സീരീസിൽ അവരുടെ ഐഫോൺ 16 16 പ്ലസിലും 60 ഹെർട്സിൻ്റെ റിഫ്രഷിങ് റേറ്റാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് അവരെ തന്തക്കും തള്ളക്കും ചീത്ത പറഞ്ഞിട്ടില്ല, അല്ലാത്ത എല്ലാതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിലും പറഞ്ഞിട്ടുണ്ട്, പുറത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ കേട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അവർ കേട്ടിട്ടുണ്ടാവും, ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം അവരുടെ ഐഫോണിൻ്റെ 17 പ്ലസ് ഇറങ്ങാൻ പോകണില്ല, അത് വേറൊരു കാര്യം. അവരതിനെ റീപ്ലേസ് ചെയ്യാൻ പോകണം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് അത് റീപ്ലേസ് ചെയ്യണം എന്നുള്ളത്. അതിന് പകരം അവർ ഐഫോൺ 17 സ്ലിം എന്ന് പറയുന്ന ആ ഒരു വേരിയൻ്റാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് LTPOൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നത്. അഡാപ്റ്റീവ് റിഫ്രഷിങ് റേറ്റ്, അതായത് 1 Hz to 120 Hz റിഫ്രഷിങ് റേറ്റ് OLEDൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. നേരത്തെ 60 Hz ആയിരുന്നു. ഇപ്രാവശ്യം അവരത് കേട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കേട്ട് ആണ് ഏറ്റവും വലിയൊരു പ്രതീക്ഷ. അതായത് ഇനി 120 ഹെർട്സിൻ്റെ റിഫ്രഷിങ് റേറ്റാണ് വരാൻ പോകുന്നത്. അടുത്ത സീരീസിൽ അതെന്തായാലും 120 ഹെർട്സിൻ്റെ റിഫ്രഷിങ് റേറ്റിലേക്ക് മാറും. പിന്നെ ഒരു ചെറിയൊരു റൂമർ കൂടിയുണ്ട്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിൽ ഉപ്പിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കാം, കേട്ടിട്ടിരിക്കാം. അതായത് ഐഫോണിൻ്റെ 17 പ്രോയും 17 പ്രോ മാക്സിനും അണ്ടർ ഡിസ്പ്ലേ ഫേസ് ID വെച്ചിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട് എന്നാണ് ആപ്പിളിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇത് പൊട്ടത്തരാണോ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അണ്ടർ ഡിസ്പ്ലേ ഫേസ് ID വന്നു കഴിഞ്ഞാൽ അതൊരു തരക്കായിട്ട് മാറും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ പറഞ്ഞ കാര്യത്തിലൂടെ എനിക്ക് അങ്ങനെ വലിയൊരു യോജിപ്പില്ല. എന്നാൽ പോലും പറയേണ്ടത് പറയണമല്ലോ. ലാസ്റ്റ് അങ്ങനെ അവരത് കേട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അവരോട് പറഞ്ഞിരുന്നു, മോത്തോക്കിയിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇനി ആ പ്ലസ് നിർത്തിയിട്ട് ഐഫോണിൻ്റെ 4 സീരീസിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ ഇപ്രാവശ്യം അത് 4 സീരീസ് ആക്കി. പക്ഷെ അവർ ആ 16 പ്ലസ് എന്ന് പറഞ്ഞ ആ ഫ്ലോപ്പായ ഫോണ് സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. വലിയ ബാറ്ററിയും കൊടുത്തിട്ട് സെയിം ചിപ്സെറ്റും പിന്നെ സെയിം റിഫ്രഷിങ് റേറ്റ് കൊടുത്തിട്ട് അവർക്കത് വിൽക്കാൻ പറ്റുന്നില്ല. അയാൾക്ക് ഇപ്പോഴാണ് ആ ടീം കുക്കിൻ്റെ ടീമിനും R&D ടീമിനും ബുദ്ധി ഉറച്ചതെന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതുവരെ അവർ മൊണ്ണന്മാരെന്ന് പറഞ്ഞാൽ അസലും മൊണ്ണന്മാരായിരുന്നു. ആ മൊണ്ണത്തരം ഇപ്പോൾ മാറ്റിയിട്ട് ഇപ്പോൾ അവർ ഐഫോൺ 17 സീരീസിന് ഐഫോൺ 17 ഐഫോൺ 17 സ്ലിം ആണ് കൊണ്ടുവരാൻ. എനിക്ക് എൻ്റെ ഒരു ആകാംക്ഷ ഈ ഐഫോണിൻ്റെ 17 സ്ലിം എന്ന് പറയുന്ന ഈ ഒരു മോഡൽ എത്ര സ്ലിം ആണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ആകാംക്ഷ. നിങ്ങൾക്ക് എത്ര ആകാംക്ഷ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്താം. അപ്പോൾ ഈ ഒരു അഭിപ്രായത്തിനോട് എത്ര പേര് യോജിക്കുന്നു എന്നുള്ളതും വീണ്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. ഏതായാലും ഐഫോൺ എടുത്ത തീരുമാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി, അത് ഞാൻ പറഞ്ഞു.
നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഐഫോൺ വിരോധി എന്നോ ഐഫോൺ എതിരാളി എന്നൊക്കെ വിളിക്കാം. അപ്പം പറയേണ്ടത് പച്ചക്ക് പറഞ്ഞില്ലെങ്കിൽ ഈ കമ്പനി $1 ട്രില്യൺ കമ്പനി ലാസ്റ്റിൽ ഇത് പൂട്ടിപ്പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് ഐഫോൺ 16 സീരീസ് ഈസ് നോട്ട് ആൻ അബ്സല്യൂട്ട്ലി വേൾഡ് ക്ലാസ് ഫോൺ അല്ല എന്ന് പറയുന്ന കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഐഫോണിൻ്റെ 16 പ്രോനും 16 പ്രോ മാക്സിനും അവർ 4K 120 FPS കൊടുക്കുന്നതെന്നല്ലാണ്ട് വേറെ കാര്യമായിട്ട് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. AI ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റും കൂടെ വന്നിട്ടും കൂടെ അല്ല. പിന്നെ കുറേ ആൾക്കാർക്ക് എന്താ പറയുക 13 പ്രോയിലും 14 പ്രോയിലും 15 പ്രോയിലൊക്കെ അവർക്ക് എന്താ പറയുക നമ്മൾ വോയിസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് 2 പ്രാവശ്യമൊക്കെ അയച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തുന്നുണ്ട് എന്നാണൊക്കെ പറഞ്ഞ കേട്ടത്. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട്ലി ഡിസ്ഗ്രേസ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ എന്തെങ്കിലും പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വരും എന്നാണ് അതും പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ പരമാവധി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കാം. അല്ലെങ്കിൽ ഇത്ര വിലയും കൊടുത്ത് മേടിച്ചിട്ട് ഒന്നിനും കൊള്ളാത്തൊരു ഫോണായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കണം ഐഫോൺ. ഒരു രക്ഷയില്ലാത്ത ഒരു തല്ലിപ്പൊളി ഫോണായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കണം ഐഫോൺ. ഇനി ഐഫോൺ 17 സീരീസിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ഒരു അവസ്ഥ പറയാൻ വളരെ ഷോക്കായിരിക്കും. പിന്നെ വേറൊരു ന്യൂസ് അപ്ഡേറ്റും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ യൂറോപ്യൻ യൂണിയനിന് തേർഡ് പാർട്ടി വേറബിൾസിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ പുതിയ നിയമപ്രകാരം ആപ്പിൾ ഗാഡ്ജറ്റ്സിന് ഐഫോണ് ഐപാഡ് എന്നൊക്കെ മുതലായവ സാധനങ്ങൾക്കൊക്കെ ഇനി തേർഡ് പാർട്ടീൻ്റെ വേറബിൾസ് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് ഫുൾ ഇൻറ്റിഗ്രേഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നിലവിൽ ആൻഡ്രോയിഡിനാണ് അത് ആ ഫുൾ ഇൻറ്റിഗ്രേഷൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡിലെ എല്ലാ ഫീച്ചേഴ്സും വർക്ക് ചെയ്യും. അത് ഐഫോണിലേക്ക് വരുമ്പോൾ വർക്ക് ചെയ്യില്ല. ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഒക്കെ എടുത്തിട്ട് കളയണം എന്നാണ് പറഞ്ഞത്. അതിൽ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഹെഡ്സെറ്റിലുള്ള എല്ലാ ഫീച്ചേഴ്സും വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വാച്ച് AR ഗ്ലാസ് അടക്കം വർക്ക് ചെയ്യിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആപ്പിളിൻ്റെ കാര്യം കട്ടപ്പോക. യൂറോപ്യൻ യൂണിയന് വന്നതിന് ശേഷം ഉണ്ടല്ലോ ആപ്പിള് മോണോപോളി കളി നിർത്തിക്കൊണ്ടിരിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കളി നിർത്തിക്കൊണ്ടിരിക്കണം. ഇനി ആ മോണോപോളി ഒഴിവാക്കിയിട്ട് ആൻഡ്രോയിഡിൽ എന്താണ് ഫീച്ചേഴ്സ് ഉള്ളത്, ഒരു വാച്ചിൽ, ഒരു ബഡ്സിൽ, AR ഗ്ലാസ്സിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ള അതേ ഫീച്ചേഴ്സ് തന്നെ ആപ്പിളും കൊണ്ടുവരണം എന്നാണ് എനിക്ക് നിങ്ങളോട്, എൻ്റെ വ്യൂവർഷിപ്പുള്ള ആൾക്കാരോടും ആപ്പിൾ വിരോധികളോടും പറയാനുള്ളത്. ആ സെയിം കാര്യങ്ങൾ ആപ്പിൾ ഡിവൈസസിനും കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. അതായത് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുതിയ ഗെൻ ചാർജർ, ഞാനിപ്പോൾ നിലവിൽ 65 വാട്ട്സിൻ്റെ അവരുടെ ഗെൻ ചാർജർ യൂസ് ചെയ്യുന്നുണ്ട്. ഗെൻ ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലിയം നൈട്രേറ്റ് ചാർജറാണ്. അതായത് നമുക്ക് 2 ടൈപ്പ് സി ഫോണും ഒരു ടൈപ്പ് എ ഫോണും ലാപ്ടോപ്പും ചാർജ് ചെയ്യാൻ പറ്റും. അതായത് PD ചാർജിങ് 3.1 ടെക്നോളജി വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഭയങ്കര ഫാസ്റ്റാണ് ആ ചാർജർ. അതിപ്രാവശ്യം അത് 140 വാട്ട്സിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അത് 7000 രൂപയാണ് അതിൻ്റെ പ്രൈസ് ഇട്ടിരുന്നത്. അതിൻ്റെ റെൻഡറൊക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്. പിന്നെ അവർ അതിൻ്റെ EMI കൊടുത്തിരിക്കുന്നത് 249 രൂപ 24 മാസത്തിന് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ ഓൾറെഡി ഇത് റിലീസായിട്ടിട്ട് ഞാനിവിടെ ഇത് വെയിറ്റ് ചെയ്യണം. ഒന്നുകൂടെ എനിക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ട് ആ 140 വാട്ട്സിൻ്റെ ചാർജർ. എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ 65 ഉണ്ട്. ഇപ്പോൾ ഞാൻ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഒരുപാടത്തെ സ്വപ്നമായിരുന്നു ഗെയിം ചാർജർ മേടിക്കുക എന്നുള്ളത്. അതിപ്പോൾ ഓൾറെഡി ഞാൻ നത്തിങ് 2A മേടിച്ചപ്പോൾ എനിക്ക് അവർ അതിൻ്റെ കൂടെ എനിക്ക് തന്നു. നിങ്ങളും ട്രൈ ചെയ്യണം. ഞാൻ എൻ്റെ ഇപ്പം മൊത്തത്തിലൊരു 3 ചാർജറുണ്ട്. അതിനൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരൊറ്റ ചാർജറിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ ഗെയിം ചാർജറിലാണ് ഇപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ചാർജിങ്ങും ഒക്കെ നടക്കുന്നത്. ഇനി മേടിക്കാനുള്ള ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 140 വാട്ട്സിൻ്റെ ചാർജർ മേടിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം. ആ സ്വപ്നം നിങ്ങൾ മുഖേന ഞാൻ നേടുന്നതാണ്. അപ്പോൾ അതിൻ്റെ റെൻഡർ ഞാനിതിൽ ഇടുന്നുണ്ട്. നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ഒരു പുതിയൊരു ഹെഡ്ഫോണ് ഈ മാസം വരാൻ പോകുന്നുണ്ട്. ഓൾറെഡി അത് US-ലും ബാക്കിയുള്ള റീജിയണുകളിലും ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും അത് ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരുപാട് വീഡിയോകളുണ്ട്. ആ വീഡിയോൻ്റെ ഒരു ഹൈലൈറ്റ് ഞാൻ ഇതിൽ കാണിക്കുന്നതാണ്. ആ ഹെഡ്സെറ്റിൻ്റെ പേര് എന്ന് വെച്ചാൽ നത്തിങ് ഓപ്പൺ എന്നാണ് പേര്. ഭയങ്കര വലിയ രസമാണ്. വലിയൊരു പെട്ടിയാണ്. ആ പെട്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് പെട്ടിയും കൂടിയാണ്. ഭയങ്കര കാണാൻ ഭയങ്കര രസമാണ്.
അതാണ് അവരുടെ ഏറ്റവും വലിയ യൂണീക്ക്. ട്രാൻസ്പാരൻറ്റ് ലെവലിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു ഹെഡ്സെറ്റാണ്. പിന്നെ ഇതിൻ്റെ സ്പെക്കിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ 14.2 mm ഡ്രൈവർ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ഇത് ഇറങ്ങുന്നത്. പിന്നെ 8 മണിക്കൂർ വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 30 മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റി 5.3 ആണ് കണക്ടിവിറ്റി. ഡുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ ChatGPT സപ്പോർട്ട് ചെയ്യും. അത് നിങ്ങൾക്ക് നത്തിങ്ങിൻ്റെ ഡിവൈസസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ChatGPT വർക്ക് ചെയ്യും. പിന്നെ സ്വിഫ്റ്റ് അക്കൗണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ സ്വിഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് IP54 ആണ്, അതായത് സ്പ്ലാഷ് റെസിസ്റ്റൻറ്റും വാട്ടർ റെസിസ്റ്റൻറ്റും കൂടെ വെച്ചിട്ടാണ് ഇത് ഇറക്കാൻ പോകുന്നത്. പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ ഡിറാക്കും ലീഡിയാക്കും ഒന്നും ഇതിൽ വർക്ക് ചെയ്യില്ല. ANC ഉണ്ട്, പക്ഷെ ക്വാളിറ്റി ഓക്കെയാണ്. ലിറാക്കും ഡിറാക്കും ഒക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ വേറൊരു വേൾഡിലേക്ക് അത് കൊണ്ടുപോകും. പക്ഷെ അത് ഓവർ ദ ഹെഡ്ഫോൺ ആയതുകൊണ്ട് നമ്മൾ ഓവർ ദ ഹെഡ്ഫോൺ അല്ല, ഒരു തരം നെക്ക് ബാൻഡ് ടൈപ്പ് സാധനമാണ് അന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പോയിട്ട് റെൻഡറൊക്കെ കാണും, ഇഷ്ടപ്പെട്ടിട്ടെങ്കിലും ഒന്ന് പോയിട്ട് മേടിക്കാം. വലിയ പെട്ടിയാണ്, പോക്കറ്റിലൊക്കെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് വേണമെങ്കിലൊക്കെ പറയാം. പക്ഷെ നല്ല ഡിസൈനാണ്, കാണാനൊരു രസമുള്ള ഒരു ഡിസൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം പറയാം. അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ ഗൈസ്, ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾ ഒന്ന് പോയിട്ട് വീണ്ടും ഒരു ലൈക്ക് കൂടെ അടിക്കുക. മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 9400 എന്ന് പറയുന്ന പ്രോസസ്സർ ഒക്ടോബർ 9 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ ക്ലോക്കിംഗ് സ്പീഡാണ്. അതായത് 3.63 GHz ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇത് ഇറക്കാൻ പോകുന്നത്. LPDDR5X റാമും ഇതിൽ കൊണ്ടുവരാൻ പോകുന്നു. ഇത് ഇപ്രാവശ്യത്തെ ഈ ഒരു അടുത്ത മാസത്തെ ഏറ്റവും ടോപ്പസ്റ്റ് ചിപ്സെറ്റായിട്ട് മാറാൻ പോകുന്നു. പിന്നെ ടോപ്പ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 86% ഹയർ പെർഫോമൻസ് ദാൻ iPhone 16 Pro Maxും അതേപോലെ സ്നാപ്ഡ്രാഗൺ 8 Gen 4 ടോപ്പസ്റ്റ് ചിപ്സെറ്റായിട്ട് മാറാൻ പോകുന്നു. 86% iPhone 16 Pro Maxും 30% സ്നാപ്ഡ്രാഗൺ 8 Gen 4 വെല്ലുവിളിക്കുന്ന ഒരു ചിപ്സെറ്റാണ് ഈ മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 9400. ഇപ്രാവശ്യത്തെ ആൻറ്റുടു ബെഞ്ച് മാർക്കിലെ ഏറ്റവും റാങ്കിങ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ് മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 9400 എന്ന് പറയുന്ന ഈ ഒരു ചിപ്സെറ്റ്. അണ്ടിൽ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 വരണം വരെ ഏറ്റവും ടോപ്പസ്റ്റ് റാങ്കിങ് ചിപ്സെറ്റായിട്ട് മാറാൻ പോകുകയാണ്. അപ്പോൾ ഇത് ആദ്യം ഏതിലാണ് ഇറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോൻ്റെ Find X8 സീരീസിലാണ് ഈ മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 9400 ചിപ്സെറ്റ് വരാൻ പോകുന്നത്. ഇനി പുതിയ അപ്ഡേറ്റ് പ്രകാരം സ്നാപ്ഡ്രാഗൻ്റെ പുതിയ അപ്ഡേറ്റ് ഇന്ന് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. ആ അപ്ഡേറ്റിൽ ഇനി സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ചിപ്സെറ്റ് 5 GHz പ്രോസസ്സർ വെച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നത്. അതും 3 nm ചിപ്സെറ്റാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ പറയാൻ വിട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ഷമിക്കണം, ഈ മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 9300 അല്ല 9400 ചിപ്സെറ്റ് 3 nm TCMC ആണ് ഈ ചിപ്സെറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ചിപ്സെറ്റ് വരാൻ പോകുന്നത് അതും TCMC ആണ്. അത് 5 nm ചിപ്സെറ്റ് അല്ല 3 nm ചിപ്സെറ്റാണ് ഇറക്കാൻ പോകുന്നത്. അതും TCMC ആണ് ആ ചിപ്സെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ unless and until now Dimensity 9400 is absolutely beast എന്ന് പറയാനുള്ളൂ. ഇപ്പോൾ വെയിറ്റ് ആൻഡ് സി. ഫൈൻഡ് X8 എന്തായാലും ഇവിടെ ഇറങ്ങിയില്ല. ഇഷ്ടപ്പെട്ട ടെക് ഭ്രാന്തന്മാരെന്തായാലും തീർച്ചയായിട്ടും അവർ മറ്റേ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യുമല്ലോ, ചൈനയിൽ നിന്ന് ഓർഡർ ചെയ്യുമല്ലോ, അവരെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാനൊരു ട്രയൽ ഔട്ട് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കയ്യിൽ കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടും എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ തോന്നൽ. ആ തോന്നിയ എൻ്റെ ഭാഗ്യം. സാംസങ്ങിൻ്റെ പുതിയ Z Fold 6ഉം ഫ്ലിപ്പും S24 Ultra സീരീസിനും പുതിയ AI ഫീച്ചേഴ്സിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്.
ആ അപ്ഡേറ്റ് 4 മേജർ അപ്ഡേറ്റ്സുകളാണ് വന്നിട്ടുള്ളത്. അതും AI-യിലാണ് ആ അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളത്. ആദ്യത്തെ അപ്ഡേറ്റ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് മാനുവൽ ഡ്രോയിങ് ചെയ്തിട്ട് നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് AI ജനറേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പൂച്ചനെ വരച്ചു എന്ന് വെച്ചാൽ, നേരത്തെ ഒരു അപ്ഡേറ്റിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ പൂച്ചനെ വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പട്ടിയായിട്ട് മാറും, അല്ലെങ്കിൽ വേറെ മൃഗങ്ങളൊക്കെ ആയിട്ട് മാറും. അത് ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക, AI കാരണം ആ ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്നു. ഞാനും ട്രയൽ ചെയ്തിട്ട് വർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനും സ്പോട്ടിൽ കളിയാക്കിയിരുന്നു. സാംസങ്ങിനെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഞാൻ കളിയാക്കിയിരുന്നു. ആ കളിയാക്കലിൻ്റെ പകരം ഇപ്പോൾ സാംസങ് പുതിയൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അപ്ഡേറ്റിൽ ഇനി നമ്മൾ പട്ടിനെ വരച്ചാൽ അത് പട്ടിയായിട്ട് മാറും. അത് AI ജനറേറ്റ് ചെയ്തത് അത് പട്ടിയായിട്ട് മാറും. ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അത് മാനുവലിൽ ചെയ്തിട്ട് നമുക്ക് പട്ടിയാക്കാൻ പറ്റും. AI ആണ് ആ ഒരു ഫീച്ചർ കൊണ്ടുവരാൻ പോകുന്നത്. രണ്ടാമത്തെ ഒരു ഫീച്ചർ അവർ കൊണ്ടുവരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കിൾ ടു സെർച്ച് ഇനി നമുക്ക് മാത്സ് ഇക്വേഷനിൽ ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു കാര്യമാണ്. നേരത്തെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർക്കിൾ ടു സെർച്ച് നമുക്കിപ്പോൾ ഏത് ഡ്രസ്സാണ്, ഈ ഡ്രസ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സർക്കിൾ ടു സെർച്ചിൽ ഹോം ബട്ടൻ്റെ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞുതരും ഏത് ഷർട്ടാണ് ഏത് കമ്പനിയുടേതാണെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം അത് മാത്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ സർക്കിൾ ടു സെർച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഗൂഗിൾ പിക്സൽ സീരീസിന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർ പിന്നീടാണ് ആക്കുക. അത് വേറൊരു കാര്യം. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ട്രയൽ ഔട്ട് ഇപ്പോൾ അവർ സാംസങ്ങിനെ കൊടുത്തിട്ടുണ്ട്. സാംസങ്ങിനെ കൊടുത്താൽ നമുക്കറിയാമല്ലോ, അതെന്തായാലും അതൊരു പബ്ലിസിറ്റി ആയിട്ട് മാറും ഗൂഗിളിൽ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത് എന്തായാലും S23 അൾട്രക്കും S22 സീരീസിനും Z Fold 6-നും ഫ്ലിപ്പ് 5-നും ഒക്കെ വരും. അപ്പോൾ സാംസങ് എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ഇങ്ങനെയാണ് മലയുടെ മേലെന്ന് അടി വരെയുള്ള ഫോണുകൾക്കൊക്കെ അവർ കൊടുക്കും ഈ ഒരു ഫീച്ചർ. മൂന്നാമത്തെ ഏറ്റവും അടിപൊളി ഫീച്ചർ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് സാംസങ്ങിൻ്റെ നോട്ട്സിൽ പോയിട്ട് 2 മൈക്കുകൾ ഓണാക്കും. എന്നിട്ട് ഒരു മൈക്കിൽ ഒരാൾ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും, വേറൊരാൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതിനവരിട്ട പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ക്രിബ് എന്നാണ് പേരിട്ടത്. അതായത് ഒരാൾ ഒരു കാര്യം ഞാൻ സംസാരിക്കും, വേറൊരു കാര്യം സംസാരിക്കും. എന്നിട്ട് സാംസങ് എന്താ ചെയ്യുക വെച്ചാൽ അത് ഒരുമിച്ച് റെക്കോർഡ് ചെയ്തിട്ട് അതൊരു സമ്മറി ആക്കി മാറ്റും. ആ കാര്യത്തിൽ എനിക്ക് സാംസങ്ങിനോട് ഒരൊറ്റ കാര്യം പറയണം, ഇതാണ് ഏറ്റവും ടോപ്പ് നോച്ച് ഫീച്ചർ എന്ന് പറയുന്നത്. ട്രാൻസ്ക്രൈബ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷണൽ മൈക്ക്, ആദ്യം എന്താണ് ഒരാൾ പറയുന്നത്, രണ്ടാമത്തെ ആൾ എന്താ പറയുന്നത്, അത് ഒറ്റ അടിക്ക് മെർജ് ചെയ്തിട്ട് ഒറ്റ സമ്മറി ആക്കിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു AI ഫീച്ചർ വരാൻ പോകുന്നുണ്ട്. ഞാൻ ഹാറ്റ്സ് ഓഫ് ടു സാംസങ് എന്ന് വേണമെങ്കിൽ പറയാനേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇത് പുതിയൊരു അപ്ഡേറ്റ് വരുന്നത് Z Fold 6-ലും S24 അൾട്രയിലും വരും. പിന്നീട് പതുക്കെ അവരുടെ പഴയ സീരീസുകളിലൊക്കെ ഈ ഒരു ഫീച്ചർ വരും. ഇനി നാലാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു മാഗസീൻ എന്തോ വായിക്കുന്നു, ആ ഒരു മാഗസീൻ വായിക്കുന്ന സാധനം ഒരു ഡോക്യുമെൻറ്റ്സ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു രാജ്യത്ത് നമ്മൾ പോയി, ഫ്രാൻസിലൊക്കെ പോയി ഒരു ബിസിനസ് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഇംഗ്ലീഷിലിടും, ചിലപ്പോൾ അവർ ഫ്രഞ്ചിലിടും, അല്ലെങ്കിൽ ഒന്നിൽ നമ്മളൊരു ട്രാൻസ്ലേറ്ററിനെ വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇപ്രാവശ്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു ഡോക്യുമെൻ്റ് എടുത്തിട്ട് നേരെ നോട്ടിലേക്ക് ഇടാം. എന്നിട്ട് ആ നോട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സമ്മറി ആക്കി മാറ്റും. ഇനി ഇൻ കേസ് അത് നിങ്ങൾക്ക് സമ്മറി വേണ്ട എന്നുണ്ടെങ്കിൽ നേരെ അത് ബുള്ളറ്റിംഗ് ആക്കി മാറ്റും. പഴയ ഫീച്ചേഴ്സിനെ ആ പഴയ ഒരു അപ്ഡേറ്റിനെ അത് പുതിയതാക്കിയിട്ട് ഒന്ന് ഡോക്യുമെൻറ്റിനെ ഒന്ന് അവർ എന്താ പറയുക ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. ഈ 4 മേജർ അപ്ഡേറ്റുകളും അതിൽ മൂന്നാമത്തെ പറഞ്ഞ ആ അപ്ഡേറ്റ് ഉണ്ടല്ലോ, എനിക്ക് സത്യം പറയാം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഈ 4 മേജർ അപ്ഡേറ്റുകളും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എന്തായാലും ഞാൻ വീണ്ടും പറയുന്നത് Z Fold 6-നും S24 അൾട്രയ്ക്കും S24 സീരീസിനും വരാൻ പോകുന്നുണ്ട്. പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ നോ പ്രോബ്ലം, നോട്ട് അറ്റ് ഓൾ, ഒരു പ്രോബ്ലം അല്ല. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ് പറയാൻ പോകുന്നത്, അതായത് DJIൻ്റെ ഒരു പുതിയ ഒരു ആക്ഷൻ ക്യാമറ വന്നിട്ടുണ്ട്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് ലെവലിലുള്ള ഒരു സാധനം.
ആ ക്യാമറയുടെ പേര് DJI Action 5 Pro എന്നാണ് പേര്. അതായത് 4 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ റെക്കോർഡിങ് ചെയ്യാം. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത 13.5-ൻ്റെ ഡൈനാമിക് റേഞ്ച് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ 1.13-ൻ്റെ ക്യാമറ 1 ഇഞ്ച് സെൻസറാണ് ഇതിലാക്കാൻ പോകുന്നത്. പിന്നെ 4K ഷൂട്ട് ചെയ്യാം. 4K നമുക്ക് 60 FPS ഷൂട്ട് ചെയ്യാം, 3K ഷൂട്ട് ചെയ്യാം, 2K ഷൂട്ട് ചെയ്യാം, അതും 60 FPS ഷൂട്ട് ചെയ്യാം. ഫുൾ HD മറ്റേ എന്താ പറയണ്ടേ 1080p ഷൂട്ട് ചെയ്യാം, 120 ഷൂട്ട് ചെയ്യാം, 240 60 FPS അടക്കം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അൾട്രാ സ്ലോ മോഷൻ അടക്കം നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാം 1080p ഇട്ടാം. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആക്റ്റീവ് ട്രാക്കിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ അനങ്ങുന്ന അനുസരിച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ട്രാക്ക് ചെയ്യും. അതൊരു വലിയൊരു ഹൈലൈറ്റാണ്. ആക്ഷൻ ക്യാമറകളിലെല്ലാം അങ്ങനെ ഒരു ഫീച്ചർ കൊണ്ടുവരാമെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം. പിന്നെ 2 സ്ക്രീനുകളും OLEDൻ്റെ സ്ക്രീനാണ്, 4 മണിക്കൂർ ബാറ്ററി ലൈഫ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വിത്തൗട്ട് കേസിങ് നമുക്ക് 20 മീറ്റർ വെള്ളത്തിൻ്റെ അടിയിൽ പോവാം. ആ 20 മീറ്ററിന് 21 മീറ്റർ ആയി കഴിഞ്ഞാൽ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് പറയും ഇത്ര പ്രഷർ ഇതിന് താങ്ങാൻ പറ്റില്ല. അപ് ടു 20 മീറ്റർ വരെയുള്ള ഇൻഡിക്കേഷനും ഈ ഒരു Action 5 Proയിൽ കാണിക്കും. അതന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇപ്രാവശ്യം GoProൻ്റെ Hero 13 സീരീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമറ ഇറക്കിയിട്ടുള്ളത്. DJI Action 5 Proന് ഇന്ന് ഞാൻ വിറ്റിട്ടുള്ളൂ. 1679 ആണ് സാധനം വിറ്റത്. ഫുൾ കോംബോ പാക്ക്, അഡ്വഞ്ചറസ് പാക്ക് എന്ന് പറയും. അതിൽ ട്രൈപോഡും കാര്യങ്ങളും 3 ബാറ്ററിയും ഒക്കെ ഉണ്ട്. ഈ ഒരു സാധനം ഉണ്ടല്ലോ 4K ആണ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയ GoProയിൽ എന്ന് പറഞ്ഞാൽ 5.7K നമുക്ക് അതിൽ ഷൂട്ട് ചെയ്യാം. പക്ഷേ Action 5 Proയിലേക്ക് വരുമ്പോൾ നമുക്ക് 4K സപ്പോർട്ട് ചെയ്യും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. പക്ഷെ എന്നാലും എനിക്ക് സാരല്ല, എവിടെയെങ്കിലുമൊക്കെ നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്യണമല്ലോ. പക്ഷേ ഇൻ ജനറൽ ആയിട്ട് വരുമ്പോൾ GoProനെക്കാട്ടും ക്ലാരിറ്റി ഉണ്ട്, ബാറ്ററി ലൈഫ് ഉണ്ട്. പിന്നെ ഇതിന് AI കളർ ഡെപ്ത് സെൻസർ ഉണ്ട്. നമ്മൾ കടലിലേക്ക് 20 മീറ്റർക്ക് ഇറക്കി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് AI സെൻസിങ് കൂടെ നല്ല ട്രൂ ടോൺ കളർ കിട്ടും. മീൻ എന്നൊക്കെ പറഞ്ഞാൽ അസല് ജില്ല് പോലത്തെ കളർ കിട്ടും. ഇനി അത് മാത്രമല്ല, ഇനിയൊരു എന്താ പറയുക, ഡബിങ്ങിലാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ സുഖത്തിൽ വീഡിയോ എടുക്കാം. ഇനി സ്രാവാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ചിരി വെച്ചിട്ടില്ല, പല്ലൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി അതിൽ. പിന്നെ 40 MP സെൻസർ. പിന്നെ ഇതിൽ ഏറ്റവും വേറൊരു പ്രത്യേകത കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൽ ബാരോമീറ്റർ സെൻസർ കൂടെ ഉണ്ട്. ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശത്തിൽ കൂടെ പറക്കുമ്പോൾ അല്ലെങ്കിൽ എയർ ഗ്ലൈഡിങ് ഒക്കെ ചെയ്യുമ്പോൾ പാരഷൂട്ടിൽ നിന്നൊക്കെ ചാടുമ്പോൾ അതിൻ്റെ പ്രഷർ സെൻസറാണ് ബാരോമീറ്റർ. അതും ഇതിൽ കാണിക്കും. അതൊരു വലിയൊരു ഹൈലൈറ്റാണ്. GoProയിൽ ആ ഒരു തേങ്ങാപ്പിണ്ണാക്ക് കാണിക്കാറില്ല. ഇപ്രാവശ്യം Action 5 Proയിൽ ഇവർ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കുന്ന ഈ 2 കാര്യങ്ങളുണ്ടല്ലോ ഭയങ്കര ലെവലായി മാറി. ഇനി എയർ ഗ്ലൈഡ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഈ ബങ്കി ജമ്പി ചാടുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്ലെയിനിൽ നിന്ന് സ്കൈ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു സാധനമാണ്. അതിൻ്റെ പ്രഷർ അടക്കം, ബാരോമീറ്ററിൻ്റെ പ്രഷർ അടക്കം Action 5 Proയിൽ കാണിക്കും എന്നാണ് പറഞ്ഞത്. അത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു ഡെമോ കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അയാളതെടുത്തു. ഇതൊന്നും GoProയിലില്ല. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഒരു ക്യാമറക്ക് DJIൻ്റെ വയർലെസ് മൈക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് മൊത്തത്തിലൊരു ആക്ഷൻ പാക്ഡ് ക്യാമറ ആയിട്ട് മാറിയിരിക്കണം. ഞാൻ ഇതിന് വലിയൊരു ഹൈപ്പ് കൊടുക്കാനൊന്നും നിൽക്കണില്ല. സത്യം പറയാലോ, എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും കാശുണ്ടാക്കിയിട്ട് ഇത് പേടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പിന്നെ വേറെ കാര്യം കൂടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിത്തൗട്ട് കേസിങ് 20 മീറ്ററും വിത്ത് കേസിങ് നമുക്ക് 60 മീറ്റർ വരെ അണ്ടർ വാട്ടറിൽ പോയിട്ട് നമുക്ക് ജില്ലായിട്ട് വീഡിയോ എടുക്കാം. അല്ലാത്ത വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതൊന്നും ഞാൻ വ്യക്തമായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. നോക്കിയ ഒരു ഫീച്ചറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിൽ ആക്റ്റീവ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ആ ഫീച്ചർ. വാ, ഞാൻ എന്നിട്ടൊരു ട്രയൽ നടത്തി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
എൻ്റെ സ്റ്റോറിലാണ് അതിൻ്റെ ഒരു ട്രയൽ നടത്തിയത്. പക്ഷേ എനിക്ക് എന്താ പറയുക, അവിടെ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് അതൊന്നും റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റോറായിട്ട് മാറിയിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്ലിപ്പെങ്കിലും ഇതിൽ അയക്കണം എന്ന് എനിക്ക് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യണം എന്ന് തോന്നി. പക്ഷെ പറ്റിയില്ല. ഒരു പ്ലാനുണ്ട്. പിന്നെ പേടിക്കണം. പിന്നെ പേടിച്ചിട്ട് ഒരു ട്രയൽ നടത്തിയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കണം. ഒരു ദിവസം ഞാൻ കാണിക്കും. ഞാൻ വെയിറ്റ് ചെയ്യണം ആ ഒരു മോമെൻറ്റിന് വേണ്ടി. ആ മോമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. ഒരു ലെവല് സാധനം തരാം. അപ്പോൾ ഇതൊക്കെയാണ് അറിവുകൾ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.